എന്തിനാണ് പട്ടാളത്തിൽ മദ്യം കൊടുക്കുന്നത്? പട്ടാളത്തിൽ മദ്യം കൊടുക്കുന്നത് PTSD എന്ന് പറഞ്ഞ പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രം അതിന് സഹായകരമായാണെന്ന് അവർ കണ്ടുപിടിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന ഭയങ്കര എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, തൊട്ടടുത്ത കൂട്ടുകാരൻ വെടികൊണ്ട് വീഴും. അതേപോലെ തന്നെ ക്ലോസ് റേഞ്ചിൽ അപ്പുറത്തുള്ള ആൾക്കാർ വെടികൊണ്ട് വീഴും. അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഒരു ഇൻവേഷൻ പോലെ ആണെന്നുണ്ടെങ്കിൽ കുത്തിക്കൊല്ലുകയൊക്കെ ചെയ്യേണ്ടി വരും. അത് കുട്ടികളെയെല്ലാം അങ്ങനെ കൊല്ല ബാധ്യത വരും. ഇത് ജീവിതത്തിന് അർത്ഥശൂന്യത ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് അത്തരത്തിലുള്ള നമ്മളിപ്പോൾ അതിർത്തി കടന്ന് ആക്രമിക്കാൻ പോകുമ്പോൾ വീടുകളിനകത്തൊക്കെ നമ്മൾ പ്ലാൻഡായ രണ്ടുപേരും പട്ടാളക്കാരായിരിക്കുന്നവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ മാത്രമാണല്ലോ ന്യായങ്ങളുള്ളത്. ബാക്കിയൊക്കെ നമ്മളിപ്പോഴും പറയുന്നത് നിഷ്കളങ്കരായ കുട്ടികളും സ്ത്രീകളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ ഒരു അതിർത്തി കടന്ന് അപ്പുറത്തോട്ട് കയ്യേറുന്ന സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ ചെയ്യുന്നവരായിട്ട് മാറും. നമ്മൾ ഈ മനുഷ്യനെ അയലത്തുള്ളവനെ എല്ലാം സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് സ്കൂളിനകത്ത് ക്ലാസ്സിനകത്തൊക്കെ പഠിച്ചു പോയ ആൾക്കാരാണ് ഇതെല്ലാം. ആ ആളുകളടുത്താണ് കാണാതെ വെടിവെക്കുമ്പം വെടി മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തുള്ളൂ. അതുകൊണ്ടാണ്. പക്ഷേ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമായ അനുഭവമായിട്ടത് മാറും. ധാർമ്മികമായും എല്ലാം വലിയ പ്രശ്നം അനുഭവിക്കും. ആ അനുഭവിക്കുന്നത് മറക്കാനാണ് മയക്കുമരുന്ന് കൊടുക്കുന്നത്. മയക്കുമരുന്നാണ് മദ്യം. അന്ന് സുലഭമായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് മദ്യവും മയക്കുമരുന്ന് പറഞ്ഞൊരു ഡിവിഷൻ ലോകത്തില്ല. മയക്കുമരുന്ന് എന്ന് പറയുന്നതിനകത്ത് നാലാമത്തെ, എനിക്ക് പണ്ടേ തൊട്ട് അറിയുന്നതാണ്, ഇന്നിനിയും അതിന് ചെറിയ വ്യത്യാസം വല്ലതും വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, എന്നാലും നാലാമത്തെ സ്ഥാനമുള്ള ഒന്നാണ് മദ്യം. അല്ല, മദ്യവും മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഡിവിഷൻ നാലാമത്തെ സ്ഥാനം. ആദ്യമൊക്കെ ഈ എന്താണ് LSD പോലത്തെയുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാലേ ഈ താഴെ 10ാമത്തെ സ്ഥാനത്തെങ്ങാണ്ടാണ് കഞ്ചാവ് വരുന്നത്. 10ാമതും കണ്ട. അപ്പോൾ മദ്യം ഇത് മനസ്സിനെ ബാധിക്കുകയും ശാരീരികമായ ദോഷങ്ങളുണ്ടാക്കുമെന്ന് അറിയുന്നെങ്കിൽ മദ്യമല്ലേ ആദ്യം നിരോധിക്കണ്ടേ? ഇത് മദ്യ ലോബിയുടെ പ്രചാരണമാണ്. അത് അമേരിക്കയിൽ ആരംഭിച്ചതാണ്. വലിയ വ്യാപകമായി മദ്യം കൊടുത്തിരുന്ന ആൾക്കാർ മയക്കുമരുന്നിലേക്ക് യുവാക്കൾ പോയാൽ അവരുടെ മദ്യം മേടിക്കാൻ ആളില്ലാതെ വരും എന്ന് കണ്ടെത്തിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള. മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ വേറെയാണ്. അന്ന് LSD വരുന്നതാണ് പ്രശ്നം ഉണ്ടായത്. അത് ഭയങ്കരമായിട്ടുള്ള സൈക്കാഡലിക് എന്ന് നമ്മൾ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ബാധിക്കുന്ന, നമ്മുടെ ബ്രെയിനകത്ത് ഉണ്ടാക്കുന്ന അതിൻ്റെ അഡാപ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനകത്തുണ്ട്. അപ്പം അത് തന്നെ ഈ മയക്കുമരുന്നെന്ന് പറയുന്നത് നേരത്തെ 2-3 ഗണങ്ങളാക്കി മാറ്റാറുമുണ്ട് അതിൻ്റെ ആക്ഷൻ അനുസരിച്ച്. അപ്പോൾ അത് വലിയ ഹലൂസിനേറ്ററി ആയിട്ട് വരുന്ന മേഖലകളുള്ള അതിന്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഇമാജിനേഷൻ വർദ്ധിപ്പിക്കുന്ന നിലവാരത്തിൽ ഉണ്ടാകുന്നത്. മറ്റൊന്ന് വെറുതെ മയങ്ങി കഴിഞ്ഞാൽ മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെ മറ്റൊരു ആക്ടിവിറ്റി ഇല്ലാതിരിക്കുന്നു. ഇങ്ങനെ പല തരത്തിൽ ഈ മയക്കുമരുന്നുകൾ ആക്ട് ചെയ്യും. അതിൽ പണ്ടേ കളിയായിട്ട് ഈ നമ്മുടെ നാട്ടുകാരുടെ ഒരു കഥയുണ്ട്. അത് ഒരു കഥകൻ്റെ മുന്നിൽ മദ്യം കഴിക്കുന്ന ഒരാളും കഞ്ചാവ് വലിക്കുന്ന ഒരാളും കറുപ്പ് തിന്നുന്ന ഒരാളും ചെന്നു എന്നാണ്. അപ്പോൾ അടഞ്ഞിരിക്കുകയാണ് കഥ. മദ്യപാനി മുട്ടാൻ തുടങ്ങി. തുറക്കട എന്നൊക്കെ പറഞ്ഞ് അലറുകയും ചവിട്ടി ഞാനിത് പൊളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഞ്ചാവ് വലിക്കുന്നവന് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു താക്കോലിൻ്റെ ദ്വാരം കണ്ടു. നമുക്ക് ഈ ദ്വാരത്തിനകത്തൂടെ അങ്ങോട്ടങ്ങ് കയറിയാലോ എന്ന് പറഞ്ഞിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങൾ. കറുപ്പ് തിന്നുന്ന ആൾ എന്നെങ്കിലും ആരെങ്കിലും വരുള്ളൂ, നിങ്ങളെന്തിനാണ് ഈ ബഹളമൊക്കെ ഇരിക്കുന്നത്? കഥ എന്തെങ്കിലും തുറക്കുക. കഥ ആണെങ്കിൽ അടഞ്ഞാൽ ആരെങ്കിലും തുറക്കുമ്പോൾ നമുക്ക് കയറിയപ്പോലെ സമാധാനമായിട്ടിരിക്കാനാണ്. ഇത് കേരളത്തിലുള്ള കഥയാണ്. ഇത് ആക്ട് ചെയ്യുന്നത് ആളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്
നമ്മൾ ഈ കാണുന്നത്. ഇത് ഒരു ജനറലി ശരിയായ ഒരു സാധനമാണ്. അപ്പോൾ പലതരത്തിലാണ് ഇതെല്ലാം ആക്ട് ചെയ്യുന്നത്. അല്ലാതെ ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞിട്ട് എന്തോ വേറെ എന്തോ ആണ് എന്നല്ല. മദ്യം പോലെ തന്നെയാണ്, പലതരത്തിൽ ആക്ട് ചെയ്യുന്നതാണ്. അഡിക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ വ്യത്യാസങ്ങളിനകത്താണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഗണത്തിൽ രണ്ടാമതോ മൂന്നാമതോ വരും സിഗരറ്റ്, നിക്കോട്ടിൻ. എന്നിട്ട് അതിനെ നമ്മൾ ഇപ്പോഴും ആഠ്യന്മാർ കൊടുക്കുന്ന പോലെ ഇപ്പോഴും കൊടുക്കുന്നില്ലേ? അപ്പോൾ ഇത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ഇത് എന്തോ അതിഭീകരമായ ഒരു വസ്തു ആയിരിക്കുന്നതാണെങ്കിൽ ഇതെല്ലാം നിരോധിച്ചാനെ. ഇതിനകത്ത് വലിയ ബിസിനസ്സും വേറെ കാര്യങ്ങളും കൂടെ ഇടപെടുകയും പണ്ടേ തൊട്ട് സോമരസവും എന്നൊക്കെ പറഞ്ഞ് പണ്ടേ തൊട്ട് ആളുകൾ കുടിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. കഞ്ചാവിനും അതുപോലെ തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിനകത്തേക്ക് കഞ്ചാവ് നിരോധനം വരുന്നത് അമേരിക്കയിൽ നിന്ന് വരുന്ന നിരോധനം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ആരും അത് ആലോചിച്ചിട്ട് പോലുമില്ല. കോമൺ ആയിട്ട് സാധാരണക്കാരായ ആൾക്കാരെല്ലാം ബീഡിക്കകത്ത് വെച്ചോ സിഗരറ്റിനകത്ത് വെച്ചോ വലിക്കുന്നവരായിരുന്നു. അവർ കുറച്ച് വലിക്കും, ഒരു ചെറിയ കിക്ക് കിട്ടും, അതുകൊണ്ട് അവരവിടെ ജീവിച്ചു പോകും. ഇതിനപ്പുറത്തോട്ടൊരു വലിയ വില കൊടുക്കേണ്ട ഒരു ഏരിയ അതിനില്ലായിരുന്നു. അപ്പോൾ ഈ മയക്കുമരുന്ന് കൊടുക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് ഈ പട്ടാളത്തിന് കൊടുക്കുന്നത് മനുഷ്യർക്ക് വിഭ്രാന്തി. യഥാർത്ഥത്തിൽ സെയിനായ ആൾക്കാരാണല്ലോ ഈ തോക്കൊക്കെ കണ്ടുപിടിക്കുന്നത്. മദ്യപാനികൾ ആരെങ്കിലും തോക്കൊക്കെ കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചവനാണോ അതൊക്കെ കണ്ടുപിടിക്കുന്നത്? യുദ്ധം ചെയ്യാൻ പോകുന്നവർ വളരെ സെയിനായ ആളുകളല്ലേ? അവരെന്തോ ചെയ്യുന്നത്? യുദ്ധം ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്? കൊല്ലും കൊല. അത്രയും എന്തായാലും ഈ പറയുന്ന ഒരു സാധനക്കാരനും ചെയ്യുന്നില്ല. അതുകൊണ്ട് സാനിറ്റി ഉള്ളവരെന്ന് വിചാരിക്കുന്നവരെ പേടിക്കുന്ന പോലെ ലോകത്ത് ആരെയും പേടിക്കണ്ട. ഇത്രയും നമ്മൾ അറിയണം. ഭ്രാന്തന്മാർ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഭ്രാന്തന്മാരെ ഒന്നും പട്ടാളത്തിലെടുത്തിട്ടില്ല. പരമവീര ചക്രം ഇതുവരെ ഒരു ഭ്രാന്തന് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഡി അഡിക്ഷൻ? ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് വേണം, ഡി അഡിക്ഷൻ വേണോ വേണ്ട എന്നുള്ളതല്ല. ഒരാൾ അഡിക്റ്റീവായ ഒരാളിന് അയാൾക്ക് ഇത് വേണ്ട, എനിക്കിങ്ങനെ ജീവിക്കണ്ട, എനിക്കിത് മാറണം എന്ന് പറയുന്നവരെ സഹായിക്കുന്ന സ്ഥലമാണ് ഡി അഡിക്ഷൻ. അല്ലാത്ത ആരെയും ഡി അഡിക്റ്റ് ചെയ്യാനൊക്കത്തില്ല. നിർബന്ധപൂർവ്വം നമ്മൾ പിടിച്ചുകൊണ്ട് പോയി ചെയ്യുന്ന ആൾ അടുത്ത ആഴ്ചയിൽ പഴയതുപോലെ ആവും. അയാളുടെ സഹകരണം കൊണ്ട് അയാൾക്ക് മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മാറാൻ കഴിയാതിരിക്കുന്നവരെ സഹായിക്കുന്നതാണ് ഡി അഡിക്ഷൻ. ഈ അഡിക്ഷൻ ഒരു രോഗമല്ല, ഒരു സിംറ്റം ആണെന്നൊക്കെ പറയുകയാണല്ലോ. അത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോയാൽ ഓരോ തരത്തിൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏത് തരത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരാൾ മറക്കാൻ വേണ്ടി ഞാൻ മദ്യം ഉപയോഗിക്കുന്നു, എല്ലാം മറക്കാൻ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പം അയാളുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അയാൾ ചെയ്യുന്ന കാര്യമായിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം സിംറ്റമായിട്ട് കാണേണ്ടി വരുന്നത്. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളിന് അതിനേക്കാളും ആഴത്തിൽ അയാളെ ഹനിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം കാരണമാണ്. അതിനെ ആണ് അയാൾ മറക്കാൻ വേണ്ടി മദ്യപിക്കാൻ ആരംഭിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ. ഒരു ട്രൊമാറ്റിക്കായ എക്സ്പീരിയൻസിനകത്തുനിന്ന് മോചിക്കാനായിട്ട് ഇനി അതെനിക്ക് ഓർക്കാൻ വയ്യ, നിരന്തരം ഹോണ്ട് ചെയ്യുന്ന ഒരു മെമ്മറി വന്ന്, അതേ സമയത്ത് ഇതിനകത്ത് അഡിക്റ്റീവായ ഒരു സബ്സ്റ്റൻസ് ഇതിനകത്ത് നിൽക്കുന്നതാണ് കൊണ്ട് തുടങ്ങിയ കാരണം പിന്നെ വേണ്ടാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ശീലിക്കരുതെന്ന് പറയുന്നത്. അതിനേക്കാളും വലിയ പ്രശ്നമാവും ഇതായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നത് വഴി ഉണ്ടാകുന്ന പുത്തൻ പ്രശ്നങ്ങളെ നേരിടുന്നതുകൊണ്ടാണ് നമ്മളത് മദ്യപാനം വേണ്ടെന്നോ അല്ലെങ്കിൽ ഈ സൈക്കോട്രോപിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ എന്താണോ മാറ്റിവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമല്ലാത്തതുകൊണ്ടാണ്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഭക്തിയും പ്രയോജനമില്ലാത്തതാണെന്ന് പറയുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലത്തിന് മുന്നിലൊക്കെ പോയി, പള്ളിയുടെ മുന്നിൽ പോയി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന വഴി ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ്. റേഷൻ കാർഡ് കിട്ടത്തില്ല, അത്രയേ ഉള്ളൂ. ഇത്രയും പറയണ മതം ചെയ്യുന്നത്ര തന്നെ അത്രയും ദ്രോഹങ്ങളെ ഇതിനകത്തും ഉള്ളു. ഇഷ്ടംപോലെ ധനം അവരടിച്ചോണ്ട് പോകും. ഇവിടെ ഇഷ്ടംപോലെ പൈസ കൊടുത്തിട്ട് ഈ സാധനം മേടിക്കേണ്ടി വരും. താരതമ്യേന ചിലവ് കുറവായിരുന്നു നിരോധിച്ചില്ലെങ്കിൽ. ഈ പരിഹാരങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നേരത്തെ പറഞ്ഞില്ല, ഒരു ആശ്വാസം എനിക്ക് കിട്ടുന്നു. ഈ ആശ്വാസമാണ് മദ്യത്തിനും മയക്കുമരുന്നിനും ഉള്ളത്. എന്നാൽ നേരത്തെ ഈ PTSD പറ്റിയൊക്കെ പറഞ്ഞപ്പോഴേ പൊതുവെ വളരെ ലൈറ്റായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നൊരു ടേമാണ് ഇപ്പോൾ ട്രോമ. അതിൻ്റെ ഒരു ട്രോമ ഇതെല്ലാം ഒരു കാറ്റഗറികളാണ്.
ഒരു കാലഘട്ടത്തിനകത്ത് മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ പഠിക്കുന്ന ആൾക്കാർ അവർ രൂപപ്പെടുത്തും. നേരത്തെ നമ്മൾ കോൺഷ്യസ്നെസ്, അൺകോൺഷ്യസ്നെസ്സും സബ് കോൺഷ്യസ്നെസ് പറഞ്ഞില്ലേ, ഇതുപോലെ ഓരോ കാലഘട്ടത്തിനകത്ത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഒന്ന് കൺസെപ്റ്റലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടി വരും. അത് നമ്മൾ അടി, മൈല്, കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇതൊന്നും ഉള്ളതല്ല, നമ്മളുണ്ടാക്കുന്ന ഒരു മെഷറിംഗ് ലോഡാണ്. ഇതുപോലെ നമ്മളിലുണ്ടാകുന്ന വിക്ഷോഭങ്ങളെ ഒരു പേരിടേണ്ട ആവശ്യം വരും. നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. DSM-1 തൊട്ട് DSM-5 ആണ് ഇപ്പോൾ ഉള്ളത്. DSM-1-5 എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് മാനുവൽ എന്ന് പറയും. സൈക്കോളജിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. അമേരിക്കൻ ഇതിന് ലോകത്ത് വേറെ ഉണ്ട്. WHO-കാർക്ക് DSM അല്ല, വേറെയാണ്. ഈ DSM-1 തൊട്ട് DSM-5 വരെയുള്ള ഇതെടുത്തിട്ട് നിങ്ങൾ രോഗങ്ങളെ പരിശോധിച്ച് നോക്കിയാൽ ഓരോ തവണയും രോഗങ്ങളുടെ പേര് മാറി പുതിയത് വരും. ലോകത്തിനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും അറിയുന്നതനുസരിച്ചിട്ട് ഈ കാറ്റഗറികൾ മുഴുവൻ മാറി. കാരണം ഇതൊരു കൺസെപ്റ്റുവലായിട്ടുള്ള കാറ്റഗറികളാണ്. ഇപ്പം ക്ഷയം, പണ്ട് തൊട്ട് ക്ഷയമായിട്ട് തന്നെ നിൽക്കും, ഇപ്പോഴും ക്ഷയം തന്നെയാണ്. അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിവിറ്റി ഉള്ളതല്ല. നമ്മുടെ ഒരു പ്രശ്നത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി കൺസെപ്റ്റുവലായിട്ട് നമ്മൾ രോഗത്തിനെ കാണും. ഇപ്പോൾ ബോർഡർ ലൈൻ ഡിസോർഡർ, ഇത് ഒരുവിധമുള്ള എല്ലാവരെയും ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. കുറച്ച് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതിന് തൊട്ടിപ്പുറത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും തോന്നുന്നത് ശരിയാണ്. അതുപോലുള്ള കൺസെപ്റ്റ്സ് ആവശ്യമാണ്. ഇത് വേണ്ടാത്തതല്ല, കൺസെപ്റ്റ്സ് ആവശ്യമാണ്. നമുക്ക് മെഷർ ചെയ്യണമെങ്കിലും പറയണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും കൺസെപ്റ്റ്സ് ആവശ്യമാണ്. ഇതുകൊണ്ടാണ് അതൊക്കെ വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് DSM-1 പറഞ്ഞിരുന്ന 90% രോഗങ്ങളും ഇപ്പം ഇല്ല. രോഗം മാറിപ്പോയി, ചികിത്സ കൊണ്ട് ഭേദമായി പോയതല്ല, കൺസെപ്റ്റ്സ് ആണ് മാറിയത്. ഇതുപോലെ പുത്തൻ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ഏറ്റവും അവസാനത്തെ കൺസെപ്റ്റുകളിൽ വരുന്നതൊക്കെയാണ് ഈ PTSD, മറ്റേ കുട്ടികൾക്ക് ADHD. ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ഇതൊക്കെ ഓരോ അപ്പോൾ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ കുസൃതി എന്നോ അല്ലെന്നുണ്ടെങ്കിൽ പിപ്പിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ആൾക്കാർ ഭയങ്കര പിരിയ എന്നൊക്കെ പറയുന്ന വാക്കുകൾക്കെല്ലാം പകരം ഇത് മുഴുവനും ADHD ആയി മാറിയിട്ടുണ്ട്. ഇത് തെറ്റാകുന്ന, ഇത് ശരിയല്ലെന്നോ ഇല്ല, ഇതൊന്നല്ല, കൺസെപ്റ്റ്സ് ആണെന്നറിയണം. ഇതുകൊണ്ടാണ് കുറേ നാൾ കഴിയുമ്പം ആ വാക്കുകൾ അങ്ങ് പോകും. പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഹിസ്റ്റീരിയായിരുന്നു. എന്നുവെച്ചാൽ അവർക്ക് പുരുഷന്മാർക്ക് ഇല്ലാത്തൊരു അവയവമുണ്ട്, ഗർഭപാത്രം. ഗർഭപാത്രത്തിനകത്തുള്ള ഹോർമോൺസ് വന്നിട്ടാണ് അവർക്ക് വരുന്ന മാനസിക വിഷയം. അതുകൊണ്ടാണ് ഹിസ്റ്റീരിയ ആയ. പിൽക്കാലത്ത് അതെല്ലാം പോയി ഇപ്പോൾ ഹിസ്റ്റീരിയ എന്ന് ആരും പറയത്തില്ല. ഇപ്പോൾ PMS മാത്രമാണ് നമുക്കുള്ളത് ഒരു പ്രധാന. സ്ത്രീകൾക്ക് മെൻസുറൽ ആയിട്ടുള്ള വരും. ഇപ്പോൾ പ്രീ മെൻസുറൽ ആയിട്ടുള്ള വാക്ക് ഇങ്ങനത്തെ ഇത് ഇല്ലാതൊക്കെ നമ്മളിത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ല, അതെനിക്കറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂള് പോലെ ഇത് കൃത്യമായി മറ്റ് രോഗങ്ങളെ പോലെ രോഗമായി കൃത്യമായി മനസ്സിലാക്കരുത്. ഒരു ബ്രോഡ് കാറ്റഗറിയാണ് ഉണ്ടാക്കുന്നത്. ആ ബ്രോഡ് കാറ്റഗറിക്കകത്ത് സവിശേഷമായ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റുകളിൽ പലതരത്തിൽ രോഗങ്ങളെപ്പറ്റി ഒരു കാലഘട്ടത്തിൽ പറയുന്നുണ്ടാവും. ഇപ്പോൾ ഈഗോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു എത്ര നാൾ എന്തുമാത്രം ഓടിയായിരുന്നു. ട്രാൻസാക്ഷൻ അനാലിസിസ് വന്നതിന് ശേഷം I am okay, you are okay, that's okay. I am okay, you are not okay, that's okay. ഇങ്ങനെ പറയുന്ന കുറേ പുസ്തകങ്ങൾ അതിൻ്റെ പേരിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ കാറ്റഗറൈസ് ചെയ്ത് നമ്മളെയും കാറ്റഗറൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം വേണ്ടി വരുന്ന കോൺസെപ്റ്റ്സ് ആണിതെല്ലാം. ഇതെല്ലാം ഈ ആന്തരികമായ ലോകത്തിനെ പറ്റി നമുക്ക് കൺസെപ്റ്റുകൾ ഉണ്ടാക്കാതെ മനസ്സിലാക്കാൻ പാടാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതിൻ്റെ ഫംഗ്ഷനെ വെച്ചിട്ടായിരുന്നു പറയുന്നത്. മനസ്സെന്ന് പറയുന്നത് വൈകാരികമായ വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട്, അതിനെ വിവേചനപൂർവ്വം കാണുന്നതിനെ ബുദ്ധിയെന്നും, ഓർമ്മകളുടെ ലോകത്തിനെ ചിത്തമെന്നും, അതിൻ്റെ ഓണർഷിപ്പ് നല്ലതാണോ ചീത്തയാണോ എന്ന് അനുഭവിക്കുന്ന ആളിന് അഹങ്കാരം. ഇതൊക്കെ ഇങ്ങനെയാണ് സെഗ്മെൻറ്റ്സ് പണ്ടുണ്ടാക്കിയത്. ഇതെല്ലാം ഇതുപോലെ ആന്തരികമായ വ്യാപാരങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അതെല്ലാം ഈ മനസ്സെന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഇതുപോലെ തന്നെ ആന്തരിക വ്യാപാരങ്ങളിലെ
എല്ലാം നമ്മുടെ വികാര വിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകുന്ന അത് ശരീരവും മനസ്സെന്ന് നമ്മുടെ ഈ ബുദ്ധി എന്ന് പറയുന്നതിനകത്തെ അതിൻ്റെ ആകെത്തുകയുള്ള പ്രവർത്തനത്തിന് ആന്തരിക ലോകത്തിന് വേണ്ടിയാണ് മനസ്സെന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനകത്ത് പിന്നെ സബ് കാറ്റഗറികളാണ് നേരത്തെ പറഞ്ഞ മനസ്സ്, ബുദ്ധി, ചിത്ത, അഹങ്കാരം എന്ന് പറഞ്ഞ് പിന്നീട് പറയുന്നത്. അല്ലെങ്കിൽ അകത്തുള്ളതിനെ മുഴുവനും കൂടെ മനസ്സെന്ന് പറയും. ഇത് അറിയുന്ന വശത്തിനെ ആത്മാവെന്ന് വിളിക്കും. അറിവാണ് ആത്മാവ്. അപ്പോൾ നാരായണ ഗുരുവൊക്കെ അറിവ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം അത് കോൺഷ്യസ്നെസ്സാണ്. അപ്പോൾ വീണ്ടും അവെയർനെസ്സും കോൺഷ്യസ്നെസ്സും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ഇത് കോൺസെപ്റ്റ്സാണ് ഇതല്ല. അതുകൊണ്ടാണ് ഇത് കലർന്ന് നിൽക്കും. ഇതുപോലെ ഈ ആധുനിക സൈക്കോളജിക്കലായിട്ടുള്ള രോഗങ്ങളായിട്ട് നമ്മൾ പറയുന്നതെല്ലാം കോൺസെപ്റ്റ്സ് ഉപയോഗിച്ച് നമ്മളൊരു കാറ്റഗറി ഉണ്ടാക്കുന്നതാണ്. അത് പുതിയ തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാക്കുമ്പോൾ മാറിപ്പോകുന്നതാണെന്നും അറിയണം. അല്ലാതെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂള് പോലെ അതിനെ ഒന്നും എടുത്തുകൂടാ. ഞാൻ ചോദിച്ചു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ PTSD ഒക്കെയുള്ള ട്രോമ എന്ന് പറഞ്ഞാൽ ജനറലി അവർ ഡിസോസിയേഷനൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ട്രോമ എന്ന് പറയാം. അത് തന്നെ. അതാണ് ഇതിന് നമ്മൾ സൈക്കോളജി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റഗറി കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ കിലോമീറ്ററും എന്താണ് ഡെക്കാമീറ്ററും ഡെസിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിയണം. അല്ലാതെ ഇതെല്ലാം മീറ്ററാണെന്നങ്ങ് പറഞ്ഞു കളയരുത്. അപ്പോൾ ഇതിന് ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആന്തരികമായ ഇത്തരത്തിലുള്ള കാറ്റഗറികൾ അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കുകയും അതിനപ്പോൾ പക്ഷേ ഇതെല്ലാം ഞാൻ പറയുന്നത് കൊണ്ടാണ്, ഇതെല്ലാം ഉള്ളതാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ അറിയണം. കാരണം മണ്ണിലെ നമ്മൾ അളന്നിട്ട് അവിടെ മൈലുണ്ടെന്ന് വിചാരിച്ച് തുറന്നു നോക്കരുത്. 10 മൈലുണ്ട് ഇവിടുന്ന് അവിടെ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞിട്ട് മൈൽ നോക്കി നടന്നാൽ കിട്ടത്തില്ല. അതുപോലെ അറിയണം. കോൺസെപ്റ്റ്സാണ്. അപ്പോൾ അതുപോലെ രോഗങ്ങളെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ട്രോമ എന്ന് പറയുന്നത് ഈ വലിയ ഒരു ഇഷ്യൂ ഇങ്ങനെ ഉണ്ട്. ആളുകൾ ട്രൊമാറ്റിക്കായ അനുഭവത്തിനെ അടക്കി വെക്കുന്നത് വഴി പുത്തൻ പ്രശ്നങ്ങളായി മാറുകയെന്ന് പറഞ്ഞാൽ സപ്രഷൻ എന്ന് പറയുന്നതും ഒപ്രഷൻ എന്ന് പറയുന്നതിനെയും ഡിഫറൻ്റായിട്ട് അറിയണം. ആളുകൾ ഒപ്രസീവായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒപ്രഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആന്തരിക വിക്ഷോഭങ്ങളെ അടക്കുന്നതിനെയാണ് സപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇയാൾ ഒരു ഉദ്യോഗസ്ഥൻ സിസ്റ്റത്തിനകത്ത് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഇയാൾ സെക്രട്ടറിയാണ്. പക്ഷേ ഇയാൾക്ക് ചീഫ് സെക്രട്ടറിയുടെ മുന്നേ ചെല്ലുന്നു. ചീഫ് സെക്രട്ടറി ഇയാൾ ചീത്ത പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര ആന്തരിക വിക്ഷോഭം ഉണ്ടാകും. പക്ഷെ കാണിക്കാനൊക്കത്തില്ല. കാരണം അത് വേറെ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഇയാളത് സപ്രസ് ചെയ്യും. ഈ സപ്രസ് ചെയ്യുന്നത് മുഴുവനും നമ്മളെ എന്നാൽ നമുക്ക് ക്ഷോഭിക്കേണ്ടതും എക്സ്പ്രസ് ചെയ്യേണ്ടതുമായതിനു വേണ്ടിയാണ് ഈ ഇമോഷൻസ് മുഴുവനുള്ളത്. പ്രകടിപ്പിച്ച് എതിരായിരിക്കുന്ന ആളിനോട് എതിരെനിക്കുണ്ട് എന്ന് കാണിക്കുകയൊക്കെ വേണം. സ്വാഭാവികമായ എല്ലാ ജീവികളും അത് ചെയ്യും. അവർ ബഹളം വെച്ച് അത് കളയും. എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്? ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ് എന്ന് പറയുന്ന 3 സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ വലിയ ശക്തിയുള്ള ഒരു ആളാണ് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നതെങ്കിൽ നമ്മളുടെ ശരീരം തയ്യാറാകുന്നത് ഓടിപ്പോവാൻ. ഇഷ്ടംപോലെ കെമിസ്ട്രി. അപ്പോൾ ഓടാനുള്ള ശക്തി തരുന്ന എല്ലാം വരും. അതേസമയത്ത് നമുക്ക് നേരിടാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ നേരിടേണ്ടതുണ്ട്. അതിനപ്പോൾ ഫൈറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും പറ്റത്തില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ അത് കൊന്നുകളയുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബോധം കിട്ടും. അല്ലെങ്കിൽ ബോധം കിട്ടാതായ അഭിനയിക്കും. കണ്ണടച്ച് കിടക്കുന്ന ജീവികൾ ഇഷ്ടം പോലെ ഉണ്ട്. അട്ടയൊക്കെ തൊട്ടാൽ മതി, അപ്പം ചുരുണ്ട് അവിടെ ചത്ത് കിടക്കും. കാരണം മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ ആക്രമിക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്യുന്ന മേഖലകളിലുള്ള വികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളിത് ഏതെങ്കിലും ഒന്ന് പ്രവർത്തിക്കാനാണ്. പക്ഷെ നമ്മളുണ്ടാക്കിയ സമൂഹത്തിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം നിനക്ക് അച്ഛനുണ്ടോടാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് തുടങ്ങുകയാണ് അയാൾ. അപ്പോൾ ഭയങ്കര ക്ഷോഭം വരും. പക്ഷെ ഇത് കാണിച്ചാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനൊക്കത്തില്ല. കാണിക്കാനാണ് വികാരങ്ങൾ വരുന്നത്. അപ്പോൾ അത് അടക്കാൻ നമ്മൾ ബാധ്യത വരുന്നത് മനുഷ്യരുണ്ടാക്കിയ നിയന്ത്രണത്തിൻ്റെ യുക്തിക്കകത്ത്. പക്ഷേ പ്രശ്നം എവിടെ ഉണ്ടാകുന്നത്? ആയിരക്കണക്കിന് കെമിസ്ട്രി നമ്മുടെ ശരീരത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓടാന്, ചാടാന്, അടിക്കാന്, കൊല്ലാനും ഒക്കെ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. പ്രതികരിക്കാനും റെസിസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ വരുന്ന കെമിസ്ട്രി മുഴുവനും കൂടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതിരിക്കുന്നിടത്തേക്ക് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതങ്ങനെ ശരീരത്തിനെ ബാധിക്കുമ്പോൾ നമുക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാകും,
ലങ്സിന് പ്രശ്നമാകും, കിഡ്നിക്ക് പോകും, ചെവിയുടെ ഇയർ ഡ്രമ്മിന് പ്രശ്നം ഉണ്ടാകും, മൂക്കിനകത്ത് പ്രശ്നം ഉണ്ടാകും, കണ്ണ് കാണാതാകും. ഇങ്ങനെ ബ്രെയിനിൻ്റെ മുഴുവനും ഞരമ്പുകൾ, കാരണം അതിനു വേണ്ടി ബ്ലഡ് പ്രഷർ ഉണ്ടായി ഓടാൻ വേണ്ടി ഉണ്ടായതാ. പക്ഷെ നമുക്ക് ദേഷ്യം വന്നിട്ട് കാണിക്കാനൊക്കാത്തടത്താണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുഴുവൻ സാധനവും നമ്മളെ ബാധിക്കും. മറ്റേതാണെങ്കിൽ ഒരടിയിൽ തീരുന്ന പ്രശ്നം ആളുകൾ സാധാരണക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തീരുമ്പോൾ അവരുടെ ഇത് സ്പെൻഡ് ചെയ്ത് പോകും. പക്ഷെ ഈ സ്പെൻഡ് ചെയ്യാൻ പോകാത്ത മുഴുവൻ പേർക്കും അൾസർ വരും, ഹാർട്ട് അറ്റാക്ക് വരും. അതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സപ്രസ് ചെയ്ത് ക്രോണിക് സ്ട്രെസ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓരോ മിനിറ്റിലും മുന്നേ വരുന്നവനെ ഡാഷ് എന്നൊക്കെ വിളിക്കണമെന്ന് നമുക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാകും. പക്ഷെ നമുക്ക് ഒന്നും വിളിക്കാനൊക്കെ ഇരിക്കുന്ന കാരണം കൊണ്ട് റോഡിനകത്ത് പരമാവധി സ്ട്രെസ് അനുഭവിക്കുന്നവരായിട്ട് മാറും. എപ്പോൾ വേണേലും മരിക്കാൻ പറ്റും, കൊല്ലാൻ പറ്റും, ഇടിക്കാൻ പറ്റും. ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തുണ്ടാകുന്ന സ്ട്രെസ് വലുതാണ്. ഇതേപോലെ തന്നെയാണ് മേലുദ്യോഗസ്ഥനെ കാണുമ്പോൾ തൊട്ട് നമ്മൾക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തവരായിപ്പോൾ. ഇത് ക്ലാസ് റൂമിൽ സംഭവിക്കും. അടിക്കുന്ന ഒരു അധ്യാപകൻ്റെ മുന്നിൽ ഇതേ പ്രശ്നം ഉണ്ടാകും. ഇതുപോലെ നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഈ സപ്രസ് ചെയ്യുക, നിയന്ത്രണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നിയന്ത്രിക്കുകയും നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടി നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെയും നമ്മളെ ബാധിക്കുന്ന സാധനമാണ്. മറ്റു മൃഗങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടില്ല, അവരത് എക്സ്പ്രസ് ചെയ്ത് തീർക്കും. അതാണ് ഞാനത് പറയുന്നത്. ഞാനൊരു സാധാരണഗതിയിൽ ആൾക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഒരു ആന ഒരു ഗ്രാമത്തിലോട്ട് വരുന്ന പട്ടി കുരയ്ക്കാൻ തുടങ്ങും. ആനയെ മുന്നേ വരുമ്പോഴത്തേന് ഇത് മരിക്കാൻ പോകുന്ന, കാരണം ഇത്രയും വലിയൊരു സാധനത്തിന് ഒന്നും ചെയ്യാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ട് പട്ടി ചത്തുപോകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് ഇപ്പം ആന ഇങ്ങനെ നോക്കിയിട്ട് ഈ പേട്ടുപട്ടിയെ കണ്ടത് എൻ്റെ പാട്ടിന് അതങ്ങ് പോകത്തില്ല, തിരിച്ച് അതങ്ങ് പോകും. പക്ഷെ പട്ടി അവിടെ ഇരുന്ന് കുരച്ചോണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ നമ്മൾ ഇതിനൊന്നും മിണ്ടാതിരിക്കരുത് ഇതെന്ന് ഞാൻ. പക്ഷെ പട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പേടിച്ച് ചാകുന്ന ഇഷ്ടംപോലെ കെമിസ്ട്രി ഉണ്ടായി. അത് മുഴുവനും കൂടെ അതിങ്ങനെ ഇത് ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെ അത് ബൈ 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 ഇത് നമ്മൾ ഒരു കാര്യമില്ലാതെ കുത്തിയിരുന്ന് ചെയ്തോണ്ടിരിക്കുകയാണ്. പേടിച്ചു പോയി എന്നുള്ളതാണ്. അവരത് മുഴുവൻ തീർത്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. മനുഷ്യർക്ക് ഇത് ഇങ്ങനെ പറയാനൊക്കത്തില്ല. പരമാവധി നമുക്ക് പറ്റുന്നത് വല്ല കുളിമുറിയിലൊക്കെ പോയിട്ടാണ് നമ്മൾ വല്ലതും പറയുന്നത്. പണ്ടേ പറയത്തില്ലേ, മഴയുണ്ടെങ്കിൽ കരയാൻ പറ്റുമെന്ന് ചാപ്പിളിയും പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ ഷവറിൻ്റെ കീഴിൽ നിന്ന് കരയുക എന്നുള്ളതാണ് മനുഷ്യർക്ക് പറ്റുന്നത്. അപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതായി പോയിട്ടുണ്ടാകുന്ന വലിയ ഒരു രോഗത്തിൻ്റെ ലോകം നമ്മളിലുണ്ട്. ഈ മെന്റൽ ലൈഫ് ക്രൈസിസ് മുഴുവനും നമുക്കുണ്ടാകുന്നത്. നമ്മൾ വളരെ സിവിലൈസ്ഡ് ആയിട്ട് പെരുമാറാൻ പഠിക്കുന്ന ഓരോ സാധനവും നമ്മുടെ സ്വാഭാവികമായി നമ്മളിലുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളെ നിയന്ത്രിച്ച് ഇല്ല എന്ന് കാണിച്ച് നല്ല ചിരിയോടെ നിൽക്കത്തില്ലേ സാറ് പറയുമ്പോഴൊക്കെ. ഇത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതായി പോയിട്ടുണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഏരിയ മുഴുവൻ. അടിമയായി തുടങ്ങുമ്പോൾ തൊട്ട് ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് മുഴുവൻ സമയത്തും നമ്മളിത് അനുഭവിക്കേണ്ടി വരും. ഈ ക്രോണിക് സ്ട്രെസ്സാണ് നമ്മുടെ പ്രശ്നമായിട്ട് മാറുകയും ഈ വയറിനകത്തുള്ള പ്രശ്നങ്ങൾ, നടുവേദന, മാറാത്ത തലവേദന, കണ്ണ് കാണായി വരുന്നത്, ഈ ബ്ലഡ് പ്രഷർ കൂടുക, ഇതെല്ലാം വരുന്ന ഈ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാ സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിനുള്ള ഈ സിസ്റ്റം മാറ്റുന്നതിനെ പറ്റി ചർച്ചയില്ല. ഇപ്പം ജനാധിപത്യപരമായി പെരുമാറുന്ന ഒരു സമൂഹ രൂപീകരണം കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ട്രെസ് അനുഭവിക്കത്തില്ല. ഇത് സ്വതന്ത്രമായ പൗരന്മാരാണ്, തന്നെത്താൻ തീരുമാനം എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും പഴയ കൂട്ടിനകത്തേക്ക് കയറ്റുകയും കൂടെ ചെയ്യുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം കൂടും. ഇതിൻ്റെ മുഴുവൻ സ്ട്രെസ് റിലീവറിൻ്റെ സ്ഥലത്താണ് നമ്മളീ പറയുന്ന മദ്യവും മയക്കുമരുന്നും നിൽക്കുന്നത്. ഈ മയക്കുമരുന്നിൻ്റെതായ എല്ലാ ഉപയോഗങ്ങളും ഈ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ മെന്റൽ ഹെൽത്ത് ക്രൈസിസിന്റെ ഒരു സിംറ്റമാണ് അത് സമൂഹത്തിൽ, കേരളത്തിലല്ല ലോകത്ത് തന്നെ അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അത് ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ മദ്യസംസ്കാരം വേണം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു വീടിനകത്ത് മദ്യം ഇരിക്കുന്ന വീടാണെങ്കിൽ അവിടെ ഒരാൾ കുടിക്കുമ്പോൾ ചെറിയൊരു ഡോസിൽ ഇത് നമുക്ക് ഒരു റിലീഫ് തരുന്നതും ഒരു എന്താ പറയണ്ടേ ഉത്തേജനം തരുന്നതുമാണ്. ഇതിൻ്റെ ഡോസാണ് നിർണ്ണയിക്കുന്നത്. അത്രയും ചെറിയൊരു ഡോസിൽ മദ്യം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് റിലീവറായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. മയക്കുമരുന്നുകൾ ഏത് സാധനവും അതിൻ്റെ ഡോസാണ് നിർണ്ണയിക്കുന്നത്.
അമിതമായ ഉപയോഗമാണ് പ്രശ്നമായിട്ട് മാറുന്നത്. മരുന്നെന്ന് നമ്മൾ പറയുന്നത് മുഴുവനും ഇങ്ങനെ തന്നെയാണ്. ഡോസാണ് ഗുണകരമാകുന്നത്. പാമ്പിൻ്റെ വിഷമെടുത്ത് ഏറ്റവും ചെറിയ തോതിൽ നമ്മുടെ ശരീരത്ത് കടത്തി വിടുമ്പോൾ ഹാർട്ടിൻ്റെ ബ്ലോക്ക് അലിഞ്ഞു പോകും. കാരണം ഈ രക്തം അലിയിക്കുന്ന എലിമെൻ്റ് അതിനകത്തുള്ളത്. അത് പാമ്പ് കടിക്കുമ്പം വലിയ ഡോസിൽ വരികയും നമ്മുടെ രക്തം എല്ലായിടത്തൂടെയും മാറുന്നു പുറത്ത് പോകുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് ചെറിയൊരു ഡോസിലാണെങ്കിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലാണ് ഈ മരുന്ന് മനസ്സിലാക്കുന്ന പോലെ വേണം നമ്മളീ പറയുന്ന മയക്കുമരുന്നൊക്കെ. ഡോസ് വളരെ നിർണായകമാണ്. ഇത് പഠിക്കാൻ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, മരുന്നെല്ലാം അങ്ങനെയല്ലേ, ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇതുപോലെ തന്നെയാണ് ആവശ്യമുള്ളവർക്ക് എത്രത്തോളം ആകാം ഇത് പഠിക്കേണ്ടതാണ്. ആവശ്യമുള്ള സ്പീഡിൽ വണ്ടി ഓടിക്കേണ്ടതാണ്. അമിതമായ സ്പീഡിൽ ഓടിച്ചാൽ ചത്തുപോകും. ഇതിൽ പല മരുന്നുകളും സൈക്യാട്രിസ്റ്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടൈപ്പ് മരുന്നുകളല്ലേ? അതെല്ലാം ഈ മരുന്നുകളിൽ 90% ചികിത്സയ്ക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ അമിതമായ ദുരുപയോഗം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ മയക്കുമരുന്ന് ഉപയോഗം എന്നല്ല. മയക്കുമരുന്ന് നമുക്ക് ഓപ്പറേഷൻ അത്യാവശ്യമല്ലേ, അതിൻ്റെ ഡോസ് അനുസരിച്ച് കൊടുത്തിട്ടാണ് നമുക്ക് ഈ വേദന അനുഭവിക്കാതെ ഓപ്പറേഷൻ നടത്തുന്നത്. ഇത് മനുഷ്യൻ്റെ ചിന്തയെ സഹായകരമായ രീതിയിൽ സഹായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും പഠിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോകവ്യാപകമായി നിരോധിച്ചിരുന്ന കഞ്ചാവ് വീണ്ടും രണ്ടാമത് ആൾക്കാർക്ക് കൊടുക്കാമെന്നും എടുക്കാമെന്നും കഴിക്കുക. റിക്രിയേഷണൽ എന്നുള്ള വാക്ക് ചേർത്തിട്ടാണ് ഇന്നത് ചെയ്യുന്നത്. ഇത് ഈ നിരോധിച്ച അമേരിക്കയിലുള്ള ഏതാണ്ട് 10-15 സ്റ്റേറ്റിൽ അവർ ഇന്നത് കൊടുക്കുന്നുണ്ട്. യൂറോപ്പിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ഡോസ് അനുസരിച്ചിട്ടാണ്. അവരവിടെ ചോദിക്കും, ഒരാൾ എത്രത്തോളം നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. റെഗുലേറ്റ് ചെയ്യുമ്പോൾ ഒരാൾ ഒബ്സർവേഷനിലായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന എല്ലാ മരുന്നിൻ്റെ പുറത്തും പോയിസൺ എന്ന് എഴുതി വയ്ക്കുന്നതിനാ? അമിത ഉപയോഗം വരാതിരിക്കാനാണ്. ലോകത്ത് ഒരു കെമിസ്ട്രിയേ ഉള്ളൂ. അതിൻ്റെ ഡോസാണ് അതിനെ അമൃതാക്കുന്നതും വിഷമാക്കുന്നതും. അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല, നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ എന്തോ ഭീകര ജീവി ഇവിടെ ഇറങ്ങി നടന്ന് നാട്ടുകാരെ പിടിക്കുകയല്ല. അമിതമായ ഉപയോഗത്തിനുള്ള സാധ്യതകൾ തുറന്നു തരുന്ന നിലവാരത്തിൽ സപ്രസീവായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ഔട്ട്ലെറ്റുകൾ എന്നുള്ള നിലവാരത്തിൽ ഇത് വർക്ക് ചെയ്യും. ഇപ്പം ഈ ഇതിന് ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ടി വിയിലും കുറച്ച് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് മുഴുവൻ നിരോധനത്തിൻ്റെ എക്സ്റ്റൻഷൻസാണ്. അല്ലാതെ ബോധവൽക്കരണമല്ല. ബോധവൽക്കരണം എന്ന് പറയുന്നത് കഴിക്കരുതെന്ന് പറയുന്നതാണ്. നിങ്ങളുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടിമപ്പണി ചെയ്യുന്നതിനാണ്. ഞാൻ ഈ IT പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബ്രോയിലർ ചിക്കൻസാണ്. ശരിക്കും ഇങ്ങനെ ക്യൂബിക്കുകളുണ്ട് അവർക്ക്. ഇത്ര അടിക്ക് അകത്തിരിക്കണം. എന്നിട്ട് ഈ സ്ക്രീനിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ടാർഗറ്റ് കൊടുക്കും, ഇത്ര ഇത് സാധനവും കൊടുക്കും, കോട്ടായും അത് ചെയ്ത് തീർത്തോണം. ഈ ചെയ്ത് തീർന്നു കഴിയുമ്പോഴത്തേന് ഇവനെ കാശിനും ഉള്ളതാകും. ഒരു പെൻഷനും ഇല്ലാതെ കാശ് മുഴുവൻ കയ്യിലും കൊടുക്കും. അപ്പോൾ പിന്നെ എന്ത് കിട്ടിയെങ്കിലും മേടിക്കുന്നു. കാരണം ചാകരയിൽ വന്നു കഴിഞ്ഞാൽ കാശുണ്ടാകുമ്പോൾ അവിടെ ഉത്സവം വരത്തില്ലേ? അതുപോലെയാണ് IT ഡിപ്പാർട്ട്മെൻറ്റ്. ഈ IT മുഴുവനും സകല സ്വാമിമാരും TMുമായിട്ട് പ്രത്യക്ഷപ്പെടും. ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനകത്ത് കുത്തിയിരുന്ന് ഈ സ്ട്രെസ് മുഴുവൻ അനുഭവിക്കുന്നത് അവൻ്റെ പ്രശ്നം മാത്രമാണെന്ന് ആക്കി കൊടുക്കും. അതിനാണ് ഈ സ്വാമിമാർ മുഴുവൻ പ്രത്യക്ഷപ്പെടുന്നത്. ധ്യാനക്കാരുടെ ബഹളമാണ് ITക്കകത്ത്. കാരണം ബ്രോയിലർ ചിക്കനാണ്. ഒരടിക്കകത്ത് മുട്ടയിട്ടുകൊണ്ടിരിക്കണം. വട്ടം ചുറ്റാൻ പറ്റും, തിരിഞ്ഞിരിക്കാൻ പറ്റും, ഭയങ്കര സ്വാതന്ത്ര്യം എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ 1.5 അടിക്കകത്ത് ഇരിക്കണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ട്രെസ്സിൻ്റെ ലോകമുണ്ട്. അവിടെ മുഴുവൻ ഈ സകല സ്പിരിച്വൽ ഡ്രഗ് സ്വാമിമാരും ഒന്നിച്ച് പ്രത്യക്ഷപ്പെടും. അതാണ് ഈ രണ്ടറ്റമാണത്. ഇത് ധ്യാനം പഠിപ്പിക്കുന്നവനും യോഗ പഠിപ്പിക്കുന്നവനും ഈ കഞ്ചാവ് കൊടുക്കുന്നവനും ഒരാളാണ്. ഇത് മുഴുവനും ഈ ബ്രോയിലർ ചിക്കനെ തിന്നുന്ന പാർട്ടികളാണ്. ഇവരുടെ കയ്യിലാണ് ഇതൊക്കെ വാങ്ങാനുള്ള പൈസ. അത് ആദ്യമേ കൊടുക്കും. കാരണം അവർക്ക് പെൻഷൻ കൊടുക്കത്തില്ല. അപ്പൊ ഈ കാശ് മുഴുവനും ഇവന്മാർ മേടിച്ചോണ്ട് പോകും. ഈ രണ്ടറ്റമാണ്. അല്ലാതെ ഈ മയക്കുമരുന്ന് മറ്റേത് ധ്യാനം ഭയങ്കരമാണെന്നാണ്.
പക്ഷെ 5000 രൂപയുടെ ഫീസ് അടച്ചിട്ട് വേണം തുടങ്ങാൻ. ജഗ്ഗുവൊക്കെ 5 ലക്ഷം രൂപയുടെ വരെ കാറ്റഗറി ഉണ്ട്. അതൊക്കെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഇത് മുഴുവൻ TMO ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ, ഇത് മുഴുവൻ അന്ന് അമേരിക്ക തുടങ്ങിയതാണ് ഈ ബിസിനസ്. അല്ല, മെഡിറ്റേഷൻ കൊണ്ട് ഗുണമൊന്നുമില്ല. അത് വേറെ വിഷയമാണ്. കൂട്ടിക്കളിക്കാതെ ഞാനീ പറയുന്നത് മരുന്ന് കൊണ്ട് പ്രയോജനം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ച ചോദ്യമാണ്. അമിത ഉപയോഗത്തിനെ പറ്റി, തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ ഒരു അരമണിക്കൂർ നേരം ഒരു ദിവസം നമ്മൾ മാറി സ്വസ്ഥമായി ഇരിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഏത് സ്ട്രെസ് പഠിപ്പിക്കുന്നവനും റിലീവ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസമാണത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല, വെറുതെ ചുമ്മാതിരുന്നാൽ മതി. എന്നാൽ സ്വസ്ഥമായി ഇരിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് റിക്കളക്ട് ചെയ്യാനായിട്ട്, ഒന്ന് റീകൂപ്പ് ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ അത് ഇവിടുന്ന് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ട് സ്വർഗത്തിൽ പോകുന്നതും അത് കഴിഞ്ഞിട്ട് പരമജ്ഞാനം നേടാനെന്ന് പണിയും ഇതൊന്നും അല്ല. ഇതൊക്കെ മനുഷ്യന്മാർ ജീവിതത്തിനെ പറ്റിയും ലോകത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്ത കാലത്ത് പറഞ്ഞു വരുത്തിയ ശുദ്ധ പോഷ്ക, അല്ലാതെ വേറെ ഒന്നുമല്ല. അങ്ങനെയൊന്നുമല്ല അത് മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് ഡെഫിനറ്റ്ലി മെഡിറ്റേറ്റ് ചെയ്യാം. നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ടു മെഡിറ്റേറ്റ് അപ്പോൺ എന്നായിരുന്നു പണ്ട് പറയുന്നത്. എന്തെങ്കിലും ഒന്നിനെപ്പറ്റി ഗഹനമായി ഗാഠമായി ചിന്തിക്കുന്നതിനായിരുന്നു. ആ വാക്കല്ല നമ്മൾ ധ്യാനം കൊണ്ട് ചിന്തകളില്ലാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം മനസ്സെന്ന് പറയുന്നതിനകത്താണ് സകല പ്രപഞ്ചം ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ഫിലോസഫിയൊക്കെ കൊണ്ടാണ് അത്തരത്തിലെ സാധനങ്ങൾ മുഴുവൻ വന്നത്. കാരണം സെൻസസിനെ പറ്റിയും ബ്രെയിനിനെ പറ്റിയും അറിഞ്ഞുകൂടാത്ത കാലത്ത് മനുഷ്യരുണ്ടാക്കിയ ഭയങ്കര സിദ്ധാന്തങ്ങളുണ്ട്. സ്വപ്നം, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറഞ്ഞ് തുര്യം എന്ന് പറയുന്ന സാധനമൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്ന ധ്യാനവും പരമജ്ഞാനം അറിയാനായിട്ട്. ഈ പരമജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രപഞ്ചമാണെന്ന് അറിയുന്നു എന്നല്ലേ. പ്രപഞ്ചം അല്ലാതാകാൻ ഏതെങ്കിലും ഒരു കോന്തിന് പറ്റുള്ളൂ? വെറുതെ ആലോചിച്ചോ. പ്രപഞ്ചത്തിന് പുറത്തിറങ്ങിയിരിക്കാൻ ഏതെങ്കിലും ഒരുത്തിന് പിന്നെ ചേരുന്ന എങ്ങനെ അടു? എങ്ങനെ യോഗിമാരുണ്ടാകും? പറ. ഇതൊക്കെയാണ് ഇതുപോലുള്ള ഫിലോസഫികളുടെ കുമ്പത്താണ് ഈ പഴയകാല ധ്യാനങ്ങളെല്ലാം. ശരിയായ മെഡിറ്റേഷൻ ഇതാണ് ശരിയായ തെറ്റായ മെഡിറ്റേഷൻ ഒന്നും അല്ല പറയുന്നേ. നമ്മൾ എക്സർസൈസ് എന്ന് പറയുന്നില്ലേ? ഏതെങ്കിലും ജീവികള് എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? അവരങ്ങനെ ചെയ്യണ്ട. കാരണം അവരുടെ ഭക്ഷണം തേടുമ്പോൾ സ്വാഭാവികമായി നമുക്ക് കിട്ടിയിരുന്നതാണ് എക്സർസൈസ്. അങ്ങനെയാണ് എക്സർസൈസ്. ശരീരം ഉണ്ടായി വന്നിരിക്കുന്നത് ഈ പറയുന്ന ശരീരം അനങ്ങിയിട്ടാണ്. നമ്മൾ ഈ ഭക്ഷണം വേറെ ആൾക്കാരുണ്ടാക്കി തരും, ഫോൺ വിളിച്ച് പറഞ്ഞാൽ സ്വിഗ്ഗിക്കാരൻ കൊണ്ടുവരുമെന്ന് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണം തേടുന്നവരല്ലാതായും ഭക്ഷണം ഉണ്ടാക്കി വല്ലവരെയും കൊണ്ട് വല്ലവരെയും കൊണ്ട് നമുക്ക് തരിയിക്കുന്നിടത്ത് എത്തിച്ചതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് എക്സർസൈസ് പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വ്യായാമം എന്ന് പറയുന്നത് ചെയ്യാൻ ബാധ്യത വന്നത്. അല്ല, വ്യായാമം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള ചോദ്യം പോലെ ചോദിച്ചാൽ ഇതേ അർത്ഥം തന്നെയാണ്. ആളുകൾക്ക് സ്വസ്ഥമായി കുറച്ചു നേരം ഇരിക്കാൻ പറ്റുന്ന ലെഷർ ഉണ്ടായിരുന്ന ലോകം പോയി. അതിനു വേണ്ടി ഇത് കുറച്ച് പഠിപ്പിച്ച് ഇരുത്തുന്ന വഴിയാണ്. അതായത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സമാധാനമായിട്ട് കുറച്ച് കോലയിൽ പോയിരുന്ന് കരയത്തില്ലേ ആൾക്കാർ? ആ കോലയിലെ ഇരിപ്പാണ് ഈ ധ്യാനം. നിങ്ങൾ ഒരു വളരെ സ്ട്രെസ്ഫുൾ ആയ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് എനിക്ക് കുറച്ച് നേരം ഉറങ്ങണം, ഉറങ്ങാനും പറ്റുന്നില്ല, ഞാൻ വെറുതെ ഒന്ന് കിടക്കട്ടെ എന്ന് പറയും. ഇതൊക്കെ ഈ പറയുന്ന നീഡാ. ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അനങ്ങാതിരിക്കണം. നമ്മളെല്ലാവരും ചെയ്യും. വളരെ പറയത്തില്ലേ എന്ന് വെച്ചാൽ ഭയങ്കര ചിന്തകളാണ്. അത് തന്നെയാണ് ഈ ഭയങ്കര ചിന്തകളെ പറ്റി. സ്ട്രെസ് കൂടുമ്പോഴാണ് ഈ ചിന്തകളൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒന്ന് സ്ട്രെസ് റിലീവറായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. വെള്ളത്തിലിറങ്ങി കിടക്കുന്നതോ അല്ലെങ്കിൽ നടക്കാൻ പോവുകയോ മലയുടെ മണ്ടയിൽ പോയിരിക്കുകയോ ഇതാണ് മെഡിറ്റേഷൻ. അതാണ് ഞാൻ ഞാൻ അവിടേക്ക് എത്താൻ ആഗ്രഹിച്ചത്. ഒരാൾ സ്ട്രെസ്സായിട്ടിരിക്കുന്ന ഒരാൾ വെറുതെ ഇരിക്കണമെന്നൊന്നുമില്ല, അയാൾക്ക് ഇഷ്ടമുള്ള മാതിരി നടക്കാൻ പോവുക, അതും ഒരു മെഡിറ്റേഷനാണ്. അതൊക്കെ സെൻ ബുദ്ധിസം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സകലതും മെഡിറ്റേഷനായിട്ട് മാറ്റും. എന്നുവെച്ചാൽ ഇരിക്കുമ്പോൾ ഇരിക്കുക, നടക്കുമ്പോൾ നടക്കുക, കിടക്കുമ്പോൾ കിടക്കുക, ഉറങ്ങുമ്പോൾ ഉറങ്ങുക എന്ന് അവരും അത് പഠിപ്പിക്കുന്നതന്നെ. മെഡിറ്റേറ്റീവായി നമ്മൾ മാറും. അപ്പോഴാണ് നമ്മൾ ഒരു ചുറ്റുപാടും വളരെ നമ്മളെ ക്ഷോഭകരമായി ഉണ്ടാകുന്നത് ബാധിക്കാതിരിക്കുന്നത് നമ്മൾ ഈ മെഡിറ്റേറ്റീവായിട്ട് ഈ ലോകത്തിനെ മനസ്സിലാക്കുമ്പോഴാണ്.
ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ അതിനകത്ത് വേറെ ഒരു രഹസ്യം ഇരിപ്പില്ല. നേരത്തെ പറഞ്ഞ എക്സർസൈസ് ചെയ്താൽ താൻ ആരോഗ്യകരമായി ഇരിക്കും എന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല. അല്ലാതെ തനിക്ക് കൂടുതൽ ബുദ്ധിയൊന്നും വരത്തില്ല. ഇപ്പോൾ ഉള്ളതൊക്കെ തന്നെ അത് നന്നായിട്ട് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കുന്നത് പോലൊരു സർവീസ് സെൻ്ററായിട്ട് മനസ്സിലാക്കണം. ഇതുപോലെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. ഭക്ഷണം മരുന്നാണ് നമ്മൾ പറയുമ്പോൾ എന്താണ്, മിതമായി ആവശ്യമുള്ള പ്രോട്ടീനും വൈറ്റമിനും കാർബോഹൈഡ്രേറ്റും അതിൻ്റെ അനുപാതം അനുസരിച്ച് കഴിക്കുമ്പോഴാണ് അത് മരുന്നാണെന്ന് പറയുന്നത്. ഈ അനുപാതം ഡോസിനെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പം സ്ട്രെസ് നമ്മൾ മാറിയിരിക്കുക എന്ന് പറയുന്നത് ആരും ചെയ്യുന്നതാണ്. ഒരു വഴക്കിട്ട് കഴിഞ്ഞാൽ ആളുകൾ പോയിട്ട് രണ്ട് മൂലയ്ക്ക് ഇരിക്കുകയാണ്. അല്ല, പക്ഷെ അങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് സ്ട്രെസ് അടിച്ചിരുന്നിട്ട് കാര്യമില്ല. സ്ട്രെസ് അടിച്ചിരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണ്. ഇതിന് മാറ്റി തുറന്ന സ്ഥലത്ത് ഈ മെഡിറ്റേഷനെ പറ്റി ഭയങ്കര കഥയൊക്കെ അങ്ങോട്ട് പറയത്തില്ലേ. പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സോഫ്റ്റായ സാധനം എന്താണ്, കുറച്ച് പുല്ലിട്ട് അതിൻ്റെ മേളിൽ എന്താണ് കടുവായുടെ തോലും ഇട്ടിരിക്കണം. അതാണ് പരമാവധി പഞ്ഞി പോലെ ഇരിക്കുന്ന സാധനം. അതാണ് ദർപ്പപ്പുല്ലിട്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. നല്ല കുഴിയനൊക്കെ ഇന്നുണ്ട്, അതിട്ടാൽ മതി. അല്ലാതെ വേറെ ഒന്നുമില്ല. ഈ കൈയും കാലും ഒക്കെ രക്തകോട്ടം ഇല്ലാതായി പോകാത്ത തരത്തിൽ ഇച്ചിരി സോഫ്റ്റായിട്ടിരിക്കുന്ന സാധനത്തിനകത്തേക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഈ പതഞ്ജലിയുടെ യോഗസൂത്രത്തിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിച്ചാൽ നമുക്ക് ഇന്നങ്ങ് അറിയാം ഇത്രയേ ഉള്ളൂ സംഭവം എന്ന്. അല്ലാതെ ഇപ്പോഴും ദർഭപുല്ല് ഇട്ട് ഈ പുലിത്തോലിൻ്റെ മണ്ടയിലിരുന്നാലും ധ്യാനിക്കാൻ പറ്റത്തുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ കാട്ടിൽ പോയിട്ട് ഈ കഴുതകളെല്ലാം കൂടെ ഈ മലയിലെല്ലാം കയറിയിരിക്കുന്നത്. ഒരു കാര്യമില്ലാതെ വേസ്റ്റ് ചെയ്യുകയാണ് ഈ ടൈം, ഒത്തിരി കാര്യമില്ലാതെ. അപ്പോൾ ആ ഏരിയ നമ്മൾ ഒരിക്കൽ മനസ്സിലാക്കിയാൽ നമുക്കിത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാകും. അത് ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം പണി നിർത്തിയിട്ട് ഇരിക്കത്തില്ലേ, അതേ കാര്യമാണ് ഈ പറയുന്നത്. ആന്തരികമായി വിക്ഷോഭകരമായ ധാരാളം ചിന്തകൾ ഒന്നിച്ചു വരുമ്പോൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ കുറച്ച് നേരം മാറിയിരിക്കണമെന്ന് പറയുന്നതിനെയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതൊരിക്കൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കിത് നന്നായി ചെയ്യാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ആകെ ആളുകൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ധാരാളം ചിന്തകൾ വരാതിരിക്കാനായിട്ട് ഏറ്റവും ലളിതമായ ആളുകൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവരവരുടെ ശ്വാസത്തെ ഒന്ന് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ. ആരും പറയാതെ താനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ശ്വാസഗതി. അത് നോക്കിയിരുന്നാൽ നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യും. അത് ശ്വാസവും മനസ്സും തമ്മിൽ ഇങ്ങനെ പിടിത്ത ഒന്നും ഉള്ളതുകൊണ്ടല്ല. ഇതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായ ഒരു സാധനം. ഒരിടത്തേക്ക് ശ്രദ്ധിച്ചിരിക്കുക എന്ന് പറയുന്നത് മറ്റുള്ള ചിന്തകളിലേക്ക് പോകാതിരിക്കാനായിട്ട് വേണ്ടി പഠിപ്പിക്കുന്ന മെക്കാനിസങ്ങളായതൊക്കെ. ഇത് 100 കണക്കിന് മെക്കാനിസങ്ങൾ ലോകത്ത് ആളുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. അത് പലതരത്തിലെ എക്സർസൈസ് കണ്ടുപിടിച്ച പോലെയും പലതരത്തിലെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് പോലെയും മനസ്സിലാക്കിയാൽ മതി. ഒരു മിസ്റ്റീരിയസ് സാധനം അതിനകത്ത് ഇരിപ്പില്ല. പക്ഷേ സിമ്പിൾ ടെക്നിക്കുകളാണ്. എത്ര തരത്തിലെ എക്സർസൈസസ് നമുക്ക്. ഞാൻ ഈ മെഡിറ്റേഷനെ പറ്റി ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ പലതരം റാഷണലിസ്റ്റുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഈ വെസ്റ്റേൺ സൈക്കോളജിസ്റ്റുകളുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചാലും ഈ മെഡിറ്റേഷൻ, ആക്ടിങ്, ഈവൻ LSD ഒക്കെ പോലും തെറാപ്യൂട്ടിക് ടെക്നിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷേ ഇതിനെ ഒരു മതപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിർത്തിയത് കൊണ്ടോ മറ്റോ ഇതിനെ കുറെ പേര് എതിർക്കുന്നുണ്ട്. അല്ല, അത് പൊളിറ്റിക്കലായ നീഡാ. ഇപ്പോൾ യോഗം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഞാൻ യോഗ ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്യും. എനിക്കറിയാം എക്സർസൈസേ ഉള്ളൂന്നറിയാം. ഇപ്പം ചിരി യോഗം വരെ വന്നില്ലേ. കാരണം ചുമ്മാതെ ചിരിച്ചോ എല്ലാവരും കൂടെ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിലീഫ് വരും. ചിരി യോഗം എന്ന് പറഞ്ഞാൽ കസേര യോഗമുണ്ട്, ചെയർ യോഗ എന്ന് അതിന് പറയുന്നത്. ചെയറിൽ ഇരുന്നിട്ട് എക്സർസൈസ് ചെയ്യുന്നതിനാണ്. എന്നാൽ യോഗ എന്ന് പറഞ്ഞാൽ എക്സർസൈസ് എന്നുള്ള വാക്കായി ലോകത്ത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സാധനം കൊണ്ടാണ് ഇവിടുത്തെ ഈ സനാതന കർമ്മികൾ കാരണമാണ് നമുക്ക് യോഗം ചെയ്യാൻ, നമുക്ക് എക്സർസൈസ് ചെയ്യാൻ പറ്റാതായിപ്പോയി. വാശി കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. അതിനെ അനാവശ്യമായ എന്തോ ഭയങ്കര സംഭവം ആണെന്ന് അതിനെ പഠിപ്പിക്കുന്നത് വഴിയാണ് അതിനെ റിജക്റ്റ് ചെയ്യാൻ ബാധ്യത നമുക്ക് വരുന്നത്. അല്ലാതെ ഇപ്പോൾ ആളുകൾ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതേച്ച് വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ രാവിലെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ വിടാൻ പറ്റുന്നൊരു കാര്യമല്ലേ. ഒരു കല്ലിൻ്റെ മുമ്പിൽ കിടന്ന് വട്ടം ചുറ്റിച്ച് വരുന്ന കാരണം കൊണ്ട് നടുവേദന മാറിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ഞാൻ നടക്കുന്നത് കൊണ്ട് അവിടെ കിടന്ന് ഉരുളുന്നത് വഴി ശരീരത്തിന് ഇളക്കം കിട്ടുമെന്ന് അറിയുന്ന കാരണം കൊണ്ട് നമ്മളത് കണ്ടിട്ട് നമുക്ക് നിൽക്കരുത്. ബാക്കി ജീവികളൊക്കെ ചിരിക്കുന്നുണ്ടാകും, എന്നാലും നമുക്കത്
എക്സസൈസ് ആണെന്ന് വിചാരിച്ചത്. ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ കൈപൊക്കിയിട്ട് ചെവിയിലൊക്കെ പിടിച്ചൊരു കല്ലിന്റെ മുമ്പിൽ നിന്നും തുള്ളുന്നവനെയൊക്കെ കണ്ട നമ്മൾ ചിരിച്ചു ചാകുക അല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ അപ്പോഴും മറ്റു ജീവികളൊക്കെ മറ്റേ ജീവികളെല്ലാം ചിരിച്ച് ചാകും. കാരണം ഈ അമ്പലത്തിലൊക്കെ ഇങ്ങനെ ഈ വവ്വാലൊക്കെ തലകൂഴായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, അവരിങ്ങനെ നോക്കുന്നുണ്ട്, ഇവൻ എന്തായി കാണിക്കുന്നത്. അവർക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാകത്തില്ലല്ലോ. ഈ ചെവിയെ പിടിച്ചിട്ട് ഈ മുന്നേ ഒരു ഇങ്ങനെ നിന്ന് തുള്ളി, ഇതെന്ത് സംഭവം, അവരൊരിക്കലും അവർക്ക് അത് ആലോചിച്ചാൽ മനസ്സിലാകത്തില്ല. ചിലന്തിയൊക്കെ ഇങ്ങനെ താടിക്കും കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, ഇതെന്തായിരിക്കും ഇങ്ങനെ. ഞാൻ ഈ പറയുന്നത് നമ്മൾ വളരെ അപഹാസ്യപരമായി പരസ്യമായി കരയാനും നിലവിളിക്കാനും ഒക്കെ പറ്റും. ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചാൽ വേറെ വല്ലവരും കേട്ടാൽ പ്രാന്താന്ന് പറയത്തില്ലേ. പക്ഷെ അമ്പലത്തിന് മുമ്പിൽ നിന്നാൽ എത്ര വേണേലും കാര്യം പറയാൻ പറ്റും, ആരും ഒന്നും പറയത്തില്ല. ഇങ്ങനെ സോഷ്യൽ ലെജിറ്റിമേഷൻ കൊണ്ട് മാത്രം കെട്ടിയിരിക്കുന്ന ആഠ്യത്വങ്ങളേ ഉള്ളൂ ഇതൊക്കെ, അല്ലാതെ വേറെ യാതൊരു സാധനവും അതിനകത്തില്ല. നമ്മളതിൻ്റെ സാങ്കേതികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പോൾ ഈ എന്താണ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും എന്ന് പറയുന്നൊരു പ്രയോഗമില്ലേ. നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാകാനേ പറ്റത്തുള്ളൂ, കൂട്ടാൻ ഒക്കത്തില്ല. കൂട്ടിയാൽ വേറെ വല്ല കുഴപ്പവും വരും. ഇമ്മ്യൂണിറ്റി കൂടുന്നതല്ല അലർജി, അത് കൂടുതൽ റിയാക്റ്റീവായി മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ ഇത് ആളുകൾ ഇങ്ങനത്തെ വരികളും കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതിന് വിശദീകരണങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് സത്യസന്ധമായിട്ട് ഇതിൻ്റെ ഉപയോഗം പോലും മനസ്സിലാക്കാൻ പറ്റാതെ. എക്സർസൈസ് മനുഷ്യർക്ക് ആവശ്യമാണെന്ന് അറിയേണ്ടതുണ്ട്. ആ എക്സർസൈസ് എന്ന് പറയുന്നത് സ്വാഭാവികമായി ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്ന എക്സർസൈസ് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്തിരുന്നത്. ഇതുപോലെ ഈ വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ ഇപ്പം ഞാൻ ഇതുമാതിരി തന്നെ വേറൊരു വിഷയം ചോദിക്കട്ടെ. അതായത് പൊതുവെ ഈ ചോദ്യം മുഴുവൻ നമ്മളിപ്പോൾ പൊതുവെ നമ്മളിതൊക്കെ സ്വാമിമാരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷെ അന്ന് ഇത്രയോട് ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് കേട്ടോ. അതായത് നമ്മൾ പൊതുവെ ആളുകൾ പറയില്ലേ എന്ന് വെച്ചാൽ സന്തോഷം തേടും തോറും അല്ലെങ്കിൽ സമാധാനം എത്ര നമ്മൾ തേടുന്നു അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. പിന്നെ ഭൗതികമായിട്ടുള്ള പല ആവശ്യങ്ങളും, ഇപ്പോൾ ജോലി, സമ്പത്ത് ഒക്കെ ഉണ്ടായിട്ട് അവർക്ക് സന്തോഷമില്ല. ഇതാണല്ലോ മതം പൊതുവെ സോൾവ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ഇതിന് ഒരു മതം ഒഴിവാക്കി നിർത്തിയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്താണ്?